ഐതിഹാസിക ജർമ്മൻ ബ്രാൻഡായ മെർcedes-ബെൻസിന്റെ ആദ്യകാല മോഡലുകളിൽ പ്രധാനിയായിരുന്നു 600 എന്ന അത്യാഡംബര കാർ. 1963 മുതൽ 1981 വരെ വിപണിയിലെത്തിയിരുന്ന ഏറ്റവും ചെലവേറിയ ഉൽപ്പന്നങ്ങളിൽ ഒന്നായിരുന്നു ഈ കാർ എന്നതും ശ്രദ്ധേയമാണ്. 1963 1981 ഇടയിൽ ജർമ്മൻമാർക്ക് നിർമ്മിച്ച അൾട്രാ ആഡംബര കാറുകളുടെ എലൈറ്റ് ലൈനാണ് W100 എന്നറിയപ്പെടുന്നത്. ലളിതമായി പറഞ്ഞാൽ 600 ഏറ്റവും പുതിയ മെയ്ബാക്ക് ശ്രേണിയുടെ മുൻഗാമിയായിരുന്നു. ഇപ്പോൾ അതിന്റെ മുൻഗാമിയായി പ്രതിനിധീകരിക്കുന്ന മെബാക്ക് ശ്രേണി നിലവിൽ വിപണിയിൽ ലഭ്യമാണ്. ഷോർട്ട് വീൽ ബേസ് സെഡാൻ, ലോങ് വീൽ ബേസ് പുൾമാൻ ലിമോസിൻ എന്നീ രണ്ട് വേരിയന്റുകളിൽ മെർcedes-ബെൻസ് 600 ലോകമെമ്പാടുമായി എത്തുന്നുമുണ്ട്. ലോങ് വീൽ ബേസ് 4 ഡോർ പുൾമാൻ ലിമോസിന്റെ ഒരു പുനർനിർമ്മിച്ച, അതായത് കസ്റ്റമൈസ് ചെയ്ത ഒരു മോഡലിനെയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ ഒരുങ്ങുന്നത്. മെറ്റാലിക് പെർമഡ് വേസ് കളർ ഓപ്ഷൻ ഉപയോഗിച്ച് കിടിലനായാണ് ഈ വാഹനം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇതതിന്റെ പ്രീമിയം പ്രൊഫൈലിലേക്ക് കൂടുതൽ സവിശേഷതകളും ചേർക്കുന്നുണ്ട്. 6 ഡോറുകളുള്ള ലിമോയ്ക്ക് 2 ഡോറുകളിൽ ഫോർവേഡ് ഫേസിംഗ് ജമ്പ് സീറ്റുകളും റിയർ ബെഞ്ച് സീറ്റുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. 70കളിലെ സമ്പന്നരുടെയും ലോക പ്രശസ്തരായ സെലിബ്രിറ്റികളുടെയും പ്രിയപ്പെട്ട വാഹനമായിരുന്നു 600 സീരീസുകൾ. ഇന്നത്തെ നിലവാരത്തിൽ 600 ലാൻഡ് ലൈൻ അപൂർവമായ കലാസൃഷ്ടികളായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല, ഈ ലോങ് വീൽ ബേസ് 4 ഡോർ പുൾമാൻ ലിമോസിന്റെ 59 യൂണിറ്റുകൾ മാത്രമാണ് മെർcedes അന്ന് നിർമ്മിച്ചതും. ചിത്രങ്ങളിലുള്ള 1975 മെർcedes-ബെൻസ് 600 പുൾമാൻ ഒരു ആധുനിക മെയ്ബാക്ക് പോലെ കാണുന്നതിനെയാണ് ഇതിന്റെ ഉടമ ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. മെയ്ബാക്ക് 62 ലിമോസിൻ പ്രചോദിത പാനോറമിക് മേൽക്കൂരയും ഇൻസ്ട്രുമെന്റ് യൂണിറ്റുകളും കാറിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ കസ്റ്റമൈസ് ചെയ്ത ബാക്കി കാറുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതിന് മറ്റ് നിരവധി പ്രീമിയം ഹൈലൈറ്റുകളും പുൾമാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹീറ്റഡ് വെന്റിലേറ്റഡ് സീറ്റുകൾ, ആംബിയന്റ് ലൈറ്റിംഗ്, ഡോൾബി ഓഡിയോ, വലിയ DVD സ്ക്രീൻ, ഫ്രണ്ട് റിയർ ക്യാമറകൾ, ബ്ലൂടൂത്ത്, ഫ്രിഡ്ജിനോടൊപ്പം ഒരു മിനി ബാർ എന്നിവയും അതിലേറെയും സവിശേഷതകൾ പുൾമാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെർcedes-ബെൻസ് ക്ലാസിക്, ഡൈംലർ ഏഷ്യ എന്നിവർ 2007 ഈ സ്റ്റാൻഡേർഡ് 600 പുൾമാന്റെ റീസ്റ്റോറേഷൻ തുടങ്ങിയത്. ഇതിനെ പുൾമാൻ മെബാക്കായി മാറ്റാൻ 7 വർഷവും $3.23 മില്യൺ ഏകദേശം 24.10 കോടി രൂപയാണ് ചിലവായത്. 6.3 ലിറ്റർ V8 എഞ്ചിനാണ് കാറിന്റെ ഹൃദയം. ഇത് 250 bhp കരുത്ത് ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ്. പിൻവീലുകളിലേക്ക് പവർ അയക്കുമ്പോൾ എഞ്ചിൻ 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് ജോഡിയാക്കിയിരിക്കുന്നത്.